മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മാർക്കോയും അനന്തവും ചേർന്ന് ഒട്ടുവാൾ സതീഷിനെ കണ്ടുപിടിച്ച് കുഞ്ഞിനെ വീണ്ടെടുക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും മഹാലക്ഷ്മി സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ലേഖയോട് ഒരുപാട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിലും ലേഖയ്ക്ക് സങ്കടം കൊണ്ട് ലേഖ തിരിച്ചൊന്നും പറയണമൊന്നുമില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം നമ്മുടെ ജാനമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമാവുന്നുണ്ട്. ജാനമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ, ആ ദുഷ്ടൻ പ്രതാപം കാരണമാണല്ലോ ഈ മക്കൾക്ക് ഈ അവസ്ഥ വന്നത്. ഇനി ഈ സത്യം ഞാൻ ഇവരോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. പ്രതാപന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമെന്ന് പറഞ്ഞാണല്ലോ ആ ദേവരാജനും ഭാര്യയും ചേർന്ന് എന്നെയും കൊണ്ട് ഈ ക്രൂരതയൊക്കെ ചെയ്യിപ്പിച്ചത്. എന്തായാലും ആസ്പത്രി ബില്ലൊക്കെ കണ്ണൻ മോനും മഹാലക്ഷ്മി മോളും അടച്ചതുകൊണ്ട് ഇനിയിപ്പം പ്രതാപനെ ഇതിന്റെ പിന്നിൽ നിന്നുള്ള സത്യം ഇവരോട് തുറന്നു പറയണേ നല്ലതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതേ നേരത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അന്നേരം മഹാലക്ഷ്മിയോട് ലേഖ പറയുന്നുണ്ട്, മഹി നീ ഇങ്ങനെ കരയല്ലേ, മോളെ നമുക്ക് കണ്ടുപിടിക്കാം, മോളെ എങ്ങും പോകില്ല എന്ന് പറയുമ്പം, എന്നിട്ട് എൻ്റെ മോളെ എവിടെ ലേഖ, നിന്നെ വിശ്വസിച്ച് ഞാനിവിടെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ, എന്നിട്ട് നീ എന്തിനാ എൻ്റെ മോളെ കളഞ്ഞേന്നൊക്കെ ചോദിച്ചിങ്ങനെ കരയുമ്പോൾ, മഹി നീ എന്തൊക്കെയാ പറയണേ, ഞാൻ മനഃപൂർവ്വം അങ്ങനെ മോളെ ഉപദ്രവിക്കുക, എനിക്കറിയില്ല മഹി, ഞാനൊന്ന് കുളിക്കാൻ കയറിയുള്ളൂ, ആ നേരം കൊണ്ട് മോൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളിനി പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല, നമുക്ക് മോളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കാമെന്ന് പറയുമ്പം മഹാലക്ഷ്മി കണ്ണനോട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടാ ഇനി നമ്മളുടെ മോളെ നമുക്ക് തിരിച്ചു കിട്ടും, എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മോളെ കൊണ്ടെത്താ കണ്ണേട്ടാന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇതേ സമയം പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഓ ഈ പ്രാവശ്യമെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നല്ലോ, നമ്മളുടെ മോളുടെ മുഖത്ത് ഈ ഓണത്തിനെങ്കിലും ഒരു സന്തോഷം കാണും, ഇതുവരെയും ആ മഹാലക്ഷ്മിയും കണ്ണനും അല്ലേ ചിരിച്ച്, ഇനി അവർ കുറച്ച് ദിവസം കരയട്ടെ, നമ്മളുടെ മോള് സന്തോഷിക്കട്ടെ. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും ഈ പ്രാവശ്യം നമ്മളുടെ പ്ലാൻ വിജയിച്ച അമ്മ, കുഞ്ഞിനെ അവൻ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്, ഇനി ആ കുഞ്ഞിനെ തിരികെ കിട്ടാനൊന്നും പോണില്ല, ചെറിയ കുഞ്ഞായതുകൊണ്ട് തന്നെ അതവിടെ കിടന്ന് ചത്തു പോയിക്കോളൂ. അന്നേരം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എടാ പ്രതാപ ഇനി പോലീസ് എങ്ങാനും നിന്നെ അന്വേഷിച്ച് വരുവാടാന്ന് ചോദിക്കുമ്പം, പോലീസ് എന്നെ അന്വേഷിച്ച് വന്നാലും കുഴപ്പമില്ല അമ്മേ, ഞാൻ കുറ്റം കേൾക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കണേ, ഇനിയിപ്പോൾ കണ്ണൻ്റെ അച്ഛനെ കൊന്ന കേസിൽ എന്തായാലും ജയിലിൽ പോകേണ്ടി വരും, അതിൻ്റെ കൂടെ ഈ ഒരു കേസും കൂടെ വന്നു എന്ന് വിചാരിച്ച് ശിക്ഷ കൂടാനൊന്നും പോണില്ല, എന്നാലും എനിക്ക് എൻ്റെ കരണമോള് സന്തോഷമായിട്ടിരിക്കണ കാണാൻ പറ്റുമല്ലോ എന്ന്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊക്കെ നേരാടാ, പക്ഷേ ആ മാർക്കോയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി, ജയിലിൽ പോയി കിടക്കുന്നത് മാത്രമല്ലല്ലോ, അവനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഏത് രീതിയിൽ ഉപദ്രവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല, നിന്നെ അവൻ കൊല്ലാതെ കൊല്ലൂന്ന്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ആ കാര്യത്തിലും എനിക്കൊരു പേടിയുണ്ട് അമ്മേ, അവൻ്റെ കൈ പെടാതിരുന്നാൽ മതി, പോലീസിൽ ഏൽപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന്. പിന്നീട് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ കരുണയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ കരുണ, കുഞ്ഞിനെ കൊണ്ടുപോയ ആൾ അതിനെ കളഞ്ഞു എന്ന് ചോദിച്ചതോ, അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞത് അയാൾ ആ കുഞ്ഞിനെ കളഞ്ഞിട്ട് എങ്ങോട്ടോ കടന്ന് കളഞ്ഞെന്നാ, ഇനിയിപ്പോൾ പോലീസ് അന്വേഷിച്ചാലും അയാളെ പിടുത്തം കിട്ടുമൊന്നുമില്ല. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയാൽ ആദ്യം തന്നെ നിൻ്റെ അച്ഛനെ പൊക്കും, നിൻ്റെ അച്ഛനെ ഇതിൻ്റെ പിന്നിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവും എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എൻ്റെ അച്ഛന് ജയിലിൽ കിടക്കാനൊന്നും പേടിയില്ല, എന്തായാലും നിങ്ങളുടെ അച്ഛനെ കൊന്ന കുറ്റത്തിന് എൻ്റെ അച്ഛൻ ജയിലിൽ പോകേണ്ടി വരും, അതിൻ്റെ കൂടെ ആ കുഞ്ഞിനെ കൊന്ന കേസും കൂടെ വന്നാലും അച്ഛനത് വിഷയമൊന്നുമല്ല, അച്ഛന് പ്രധാനം എൻ്റെ സന്തോഷം മാത്രമാണ്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും കുഞ്ഞ് മരിച്ചു എന്നുള്ള വിവരം കിട്ടാതെ നീ അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട, അത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞ്, അവരെ പോലെ തന്നെ ചിലപ്പോൾ ആ കുഞ്ഞും തിരികെ വരാൻ സാധ്യതയുണ്ടെന്ന്. അന്നേരം കരുണ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, ഉണ്ണിയേട്ടന് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നോ, ആ കുഞ്ഞ് എങ്ങനെ തിരികെ വരുമെന്നാണ് പറയണത്, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത കുഞ്ഞ് എങ്ങനെ വരും, അതിപ്പോൾ ചത്തിട്ടുണ്ടാവുമെന്ന്. പിന്നീട് ഈ മഞ്ജുവും ദുർഗയൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, ഞാൻ എന്തായാലും സാഗറേട്ടനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന്. അങ്ങനെ മഞ്ജു ഫോൺ എടുത്ത് സാഗറിന് വിളിക്കുമ്പം സാഗറാണെങ്കിൽ ഫോൺ എടുക്കണില്ല. എന്നിട്ട് സാഗർ ലോപ്പസിനോട് പറയുന്നുണ്ട്, മഞ്ജുവെ വിളിക്കണേ, കുഞ്ഞിനെ കിട്ടിയില്ല എന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവൾക്ക് സഹിക്കാൻ പറ്റില്ല, ഇപ്പോഴാണെങ്കിൽ അവളൊരു അമ്മയാവാൻ പോണ സമയം, ഈ സമയത്ത് ഇതുപോലെയുള്ള സങ്കടമൊന്നും താങ്ങാനുള്ള ശക്തി അവൾക്ക് ഉണ്ടാവില്ല എന്ന് പറയുമ്പം ലോപ്പസ് പറയുന്നുണ്ട്, സത്യങ്ങൾ പറയാതിരുന്നിട്ട് എന്തിനാ സാഗറെ, നീ എന്തായാലും ഫോൺ എടുത്ത് കാര്യങ്ങൾ മഞ്ജുവിനോട് പറയാന്ന്. അങ്ങനെ സാഗർ ഫോൺ എടുത്തിട്ട് എന്താ മഞ്ജു എന്ന് ചോദിക്കുന്നതും, കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സാഗറേട്ടാന്ന് ചോദിക്കുമ്പം, ഇല്ല മഞ്ജു ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എന്തെങ്കിലും വിവരം കിട്ടിയാൽ നിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് സാഗർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. സാഗർ ഫോൺ വെച്ചതും മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ദുർഗയോട് പറയുന്നുണ്ട്, കുഞ്ഞിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല അമ്മേ, ഇനി കൊണ്ടുപോയവർ കുഞ്ഞിനെ അപായപ്പെടുത്തി കാണുമെന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, പറയാൻ പറ്റില്ല മോളെ, ഇതിൻ്റെ പിന്നിൽ എന്തായാലും ആ പ്രതാപനും വാമദേവനും തന്നെയായിരിക്കും, ആ പ്രതാപനെയും വാമദേവനെയും കാര്യമായിട്ടൊന്ന് ചോദ്യം ചെയ്താൽ എല്ലാ സത്യം
സത്യങ്ങളും പുറത്ത് വരുമെന്ന്. അങ്ങനെ ഈ മഞ്ജു ആണെങ്കിൽ വേഗം തന്നെ ഫോണെടുത്ത് മാർക്കോയ്ക്ക് വിളിക്കുന്നുണ്ട്. മാർക്കോ ഫോൺ എടുത്തതും എന്താ മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ, എനിക്ക് മാർക്കോയോടൊരു കാര്യം പറയാനുണ്ട്. കുഞ്ഞിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉറപ്പായിട്ടും ആ പ്രതാപനും വാമദേവനും ആയിരിക്കും. മാർക്കോ, ശരിക്കും ആ പ്രതാപനെയും വാമദേവനെയും ഒന്ന് ചോദ്യം ചെയ്താൽ കുഞ്ഞിനെ ആരാ കൊണ്ടുപോയെന്ന് അറിയാൻ പറ്റുമെന്ന്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, അത് മഞ്ജു പറഞ്ഞത് നേരാ. ഞാനിപ്പോൾ തന്നെ ആ പ്രതാപനെ ഒന്ന് കാര്യമായിട്ട് കാണാം. അവനായിരിക്കുള്ളൂ ഇതിൻ്റെ പിന്നിൽ. വാമദേവൻ തൽക്കാലം ഇതിൻ്റെ പിന്നാലെ ഉണ്ടാവാൻ സാധ്യതയില്ല. അവൻ്റെ മോനിപ്പോൾ വയ്യാണ്ട് കിടക്കല്ലേ. കരുണയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ തന്നെയായിരിക്കും ഇത് ചെയ്തേക്കണം. ഞാനിപ്പോൾ തന്നെ പ്രതാപൻ്റെ വീട്ടിലേക്ക് പോവാമെന്ന്. മാർക്കോ ഫോൺ വെച്ചതും അനന്ത് ചോദിക്കുന്നുണ്ട്, മഞ്ജു വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജുവിൻ്റെ സംശയം ഇതിൻ്റെ പിന്നിൽ പ്രതാപനായിരിക്കുമെന്ന്. നമുക്ക് ആ പ്രതാപൻ്റെ വീട് വരെ ഒന്ന് പോയാലോ അനന്ത് സാറ്? അവിടെ ചെന്ന് അവനെ കാര്യമായിട്ടൊന്ന് കൈകാര്യം ചെയ്താൽ സത്യങ്ങളെല്ലാം അവൻ മണി പോലെ പറയുമെന്ന്. എന്നാൽ നമുക്ക് നേരെ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് അനന്തും മാർക്കോയും കൂടെ പ്രതാപൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേസമയം പ്രതാപനും പ്രതാപൻ്റെ അമ്മയും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അന്നേരമാണ് ഒരു കാറിൻ്റെ ഒച്ച കേൾക്കണേ. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എടാ പുറത്തൊരു വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്, ഇനി പോലീസ് നിന്നെ അന്വേഷിച്ച് വന്നതായിരിക്കുമെന്ന് ചോദിക്കുമ്പം പോലീസ് വന്നാലും കുഴപ്പമില്ല, ആ മാർക്കോ വരാതിരുന്നാൽ മതി എന്ന് പറയണു. അങ്ങനെ ഈ പ്രതാപൻ്റെ അമ്മ വെളിയിലേക്ക് വന്ന് നോക്കുമ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന മാർക്കോയാണ് കാണുന്നത്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എടാ പ്രതാപ ചതിച്ചടാ, ആ മാർക്കോയാണ് ഇങ്ങോട്ട് വരണേന്ന്. അങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്, ഞാനിവിടെ ഇല്ലയെന്ന് പറഞ്ഞേരെ അമ്മേന്ന്. സമയത്ത് മാർക്കോ ഇങ്ങനെ ഇറയത്തേക്ക് കയറി വന്നതും പ്രതാപൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മോൻ ഇവിടെ ഇല്ലേ? ആ പ്രതാപൻ, ആ അസുരൻ എവിടെയാന്ന് ചോദിച്ചതും മാർക്കോ, മോനെ പ്രതാപൻ ഇവിടെ ഇല്ല എന്ന് പറയണം. നിങ്ങൾ നുണ പറയല്ലേ, അവനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ, മര്യാദക്ക് നിങ്ങൾ അവനെ ഇങ്ങോട്ട് വിളിച്ചോളാൻ പറയുന്നു. അങ്ങനെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ, പ്രതാപ അതെ നിന്നെ മാർക്കോമോൻ അന്വേഷിക്കണമെന്നും പറഞ്ഞ് വിളിച്ചതും പ്രതാപൻ പേടിയോടുകൂടി ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ മാർക്കോയോട് ചോദിക്കുന്നുണ്ട്, എന്താ മാർക്കോമോനെ നീ എന്തിനാ എന്നെ കാണാൻ വന്നേന്ന് ചോദിക്കുമ്പം കാര്യം എന്താണെന്ന് നിനക്ക് അറിയില്ലല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് ഈ പ്രതാപനെ പിടിച്ച് നല്ല അടി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എടാ മാർക്കോ നീ അവനെ അങ്ങനെ തല്ലില്ലടാ, അവൻ ചത്തുപോകൂടാന്ന് പറയുമ്പം ഇവനൊക്കെ ചാവണ തന്നെയാണ് നല്ലത്. ഇതുപോലെയുള്ളൊരു മകനെ പ്രസവിച്ചാൽ നിങ്ങളെയും കൊല്ലുക വേണ്ടേ, പക്ഷേ ഞാൻ സ്ത്രീകളെ കൈവയ്ക്കാറില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ വെറുതെ വിട്ടേക്കണം. അന്നേരം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മാർക്കോ എന്നെ തല്ലണേന്ന് ചോദിക്കുമ്പോൾ നിനക്ക് കാര്യം അറിയാൻ പാടില്ലടാ, ഞാൻ എന്തിനാ തല്ലണേന്ന്, കണ്ണൻ സാറിൻ്റെ കുഞ്ഞ് എവിടെ ഇടാന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല മാർക്കോ എന്ന് പറഞ്ഞത്. മാർക്കോ വീണ്ടും നല്ല ഇടി കൊടുക്കുമ്പം പ്രതാപൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, മാർക്കോ ഇനി അവനെ തല്ലല്ലടാ, അവൻ ചത്തുവും. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, മാർക്കോ മോനെ കൊല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞോ, കണ്ണൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്താ ചെയ്തതെന്ന്. അന്നേരം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് വേറെ ഒന്നുമല്ല, ആ ഒട്ടുവാൽ സതീഷിനെ ആ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയേക്കണേന്ന്. അത് കേട്ടതും അനന്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയണത് സത്യമാണോ? ഇത് നുണയാണെന്നെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു വരവും കൂടി വരുമെന്ന് പറഞ്ഞതും, ഇല്ല ഞാൻ പറഞ്ഞതെല്ലാം സത്യ, ഇവൻ പറഞ്ഞിട്ട് ആ ഒട്ടുവാൽ സതീഷിനെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടേ കുഞ്ഞിനെ കളഞ്ഞുവെന്നോ, കുഞ്ഞിനെ എവിടെയാണ് കളഞ്ഞുവെന്ന് വെച്ചതും അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലടാ, അവൻ എവിടെയോ കൊണ്ടേ കളഞ്ഞുവെന്ന് മാത്രമേ അറിയുള്ളൂ, ബാക്കി കാര്യങ്ങൾ അവനോട് ചോദിക്കണമെന്ന്. അത് കേട്ടതും ഈ മാർക്ക് പറയുന്നുണ്ട്, അനന്ത് സാറേ ആ സാറ് വേഗം വാ, നമുക്കിപ്പോൾ തന്നെ ആ ഒട്ടുവാൽ സതീഷിനെ പൊക്കാം, എന്നാലേ കുഞ്ഞിനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കാറെടുത്ത് പോകുന്നുണ്ട്. പോണ വഴിക്ക് കണ്ണനെ വിളിച്ച് വിവരം പറഞ്ഞതും കണ്ണൻ വേഗം തന്നെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ കുഞ്ഞിനെ കൊണ്ട് വരാൻ മഹി സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് കണ്ണനും കാറ് കൊടുത്ത് ഇറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നീലമോളെ എടുത്തുകൊണ്ട് പോയ ആ ഭിക്ഷക്കാരനാണെങ്കിൽ മോളെ അവിടെ കിടത്തിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോള് കണ്ണ് തുറക്കുന്നുണ്ട്. മോള് കണ്ണ് തുറന്ന് കണ്ടതും ഈ ഭിക്ഷക്കാരൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ കുഞ്ഞ് സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ഒന്നും അല്ലല്ലോ, സാധാരണ ആൾ മാറിക്കണ്ട കുഞ്ഞുങ്ങൾ കരയേണ്ടതല്ലേ, ഈ കുഞ്ഞ് കരയണമൊന്നുമില്ലല്ലോ, ഈ കുഞ്ഞിന് എന്ത് പറ്റിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തും മാർക്കോയും കൂടി ഓട്ടുവാൽ സതീഷിനെ കണ്ടുപിടിക്കുകയാണ്. സതീഷിന് മാർക്കോയെ കണ്ടതും ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, നിൽക്കടാ അവിടെയെന്ന്. അന്നേരം സതീശൻ ഈ പിടി കൊടുക്കാതെ ഓടി രക്ഷപ്പെട്ട് അവൻ്റെ വീട്ടിൽ ചെന്ന് കയറിയതും മാർക്കോയും അനന്തും പുറകെ ചെന്ന് അവനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയാടാ കണ്ണൻ സാറിൻ്റെ കുഞ്ഞ്? എനിക്കൊന്നും അറിയില്ല മാർക്കോ എന്ന് പറഞ്ഞതും, നിനക്കൊന്നും അറിയില്ലേ, ഞങ്ങൾ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നേ, ഞാനിപ്പോൾ പ്രതാപൻ്റെ വീട്ടിൽ നിന്നാണ് നേരെ ഇങ്ങോട്ട് വന്നെ, നീ സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ നീ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതും സതീശൻ വീണ്ടും അറിയില്ല എന്ന് പറഞ്ഞതും ഈ മാർക്കോയും അനന്തും സതീശനിട്ട് നല്ല ഇടി കൊടുക്കുന്നുണ്ട്. ഇടി കൊണ്ട് അടുത്ത സതീശൻ പറയുന്നുണ്ട്, അത് ഞാൻ പറയാം മാർക്കോ, ആ വേസ്റ്റ് കൂട്ടിയിടുന്ന സ്ഥലമില്ലേ അവിടെ ഞാൻ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്ന് പറയുമ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട്, നീ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തോടാന്ന് ചോദിച്ചത്. ഞാൻ ആ കുഞ്ഞിനെ ഒന്നും ചെയ്തില്ല മാർക്കോ, അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോരുകയോ ചെയ്ത്, ഇപ്പോൾ ചെല്ലുകയാണെങ്കിൽ ആ കുഞ്ഞ് അവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ പോയി എടുത്തോന്ന്. അങ്ങനെ ഈ അനന്തും മാർക്കോയും കൂടി വേഗം കാറി കയറി കുഞ്ഞിനെ തേടി പോകുന്നുണ്ട്. പക്ഷേ ഇവർ ആ വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് വന്നിട്ട് കുഞ്ഞിനെ നോക്കുമ്പോൾ അവിടെ
ഒന്നും കുഞ്ഞിനെ കാണുന്നില്ല. അവിടെ എല്ലായിടവും അവർ അരിച്ചു പെറുക്കി നോക്കിയിട്ടും കുഞ്ഞിനെ കാണാണ്ടാവുമ്പോൾ കാറിലിരിക്കണ ആ ഒട്ടുപാൽ സതീഷിനോട് ചോദിക്കുന്നുണ്ട്, എവിടെയാടാ കുഞ്ഞെന്ന് ചോദിച്ചതും സാറേ കുഞ്ഞ് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറയണു. അങ്ങനെ ഒട്ടുപാലിനെ കാറിൽ നിന്ന് ഇറക്കി കൊണ്ടിട്ട് കാണിച്ചതാടോ കുഞ്ഞിനെയെന്നും പറഞ്ഞ് നോക്കുമ്പം ഈ ഒട്ടുപാൽ സതീഷ് കുഞ്ഞിനെ കിടത്തിയ സ്ഥലത്ത് കുഞ്ഞിനെ കാണുന്നില്ല. അന്നേരം സതീഷ് പറയുന്നുണ്ട്, സാറേ ഞാൻ ഇവിടെ കുഞ്ഞിനെ കിടത്തിയായിരുന്നത്, ആ കുഞ്ഞിനെ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ടേ കാണുമെന്ന്. അങ്ങനെ മാർക്കോ വീണ്ടും അവനെ നല്ല ഇടി ഇടിക്കുന്നുണ്ട്. അന്നേരം സതീശൻ പറയുന്നുണ്ട്, മാർക്കോ ഇനി എന്നെ തല്ലേ ഞാൻ ചത്തു പോകൂടാന്ന് പറഞ്ഞതും, ഇതുപോലെയുള്ള നീയൊക്കെ ചാവണതാണോ നല്ലത്? ഒരു പിഞ്ചു കുഞ്ഞിനോട് പോലും കരുണ കാണിക്കാൻ പറ്റാത്ത നീയൊക്കെ ഈ ഭൂമിയിൽ എന്തിനാടാ ജീവിച്ചിരിക്കണേന്ന് ചോദിച്ച് അനന്തവും തല്ലുന്നുണ്ട്, മാർക്കോയും തല്ലുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണൻ വന്നിട്ട് മോളെ കിട്ടിയോ മാർക്കോ എന്ന് ചോദിച്ചതും, ഇല്ല കണ്ണൻ സാറേ, ഇവനിവിടെ കൊണ്ടുവന്ന് കിടത്തിയെന്നാണ് പറയണേ, പക്ഷേ ഇവിടെ മോളെ കാണില്ല. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, ഇവൻ നുണ പറയണായിരിക്കും, ഇവൻ കുഞ്ഞിനെ പ്രതാപനെ ആയിരിക്കും ഏൽപ്പിച്ചതെന്ന് പറയുമ്പോൾ സതീഷ് പറയുന്നുണ്ട്, ഇല്ല സാറേ ഞാൻ പ്രതാപൻ സാറിനെ ഏൽപ്പിച്ചൊന്നുമില്ല, കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോവുകയോ ചെയ്ത് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും കുഞ്ഞിനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടേ കാണുമെന്ന്. അങ്ങനെ ഇനി നമ്മൾ എവിടെ പോയി കുഞ്ഞിനെ അന്വേഷിക്കുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മാർക്കോയും അനന്തവും കണ്ണനും അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഫിഷക്കാരനാണെങ്കിൽ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയത്ത് കുഞ്ഞ് ഉറക്കം തെളിഞ്ഞിട്ടുണ്ടെങ്കിലും കുഞ്ഞ് കരയണമൊന്നുമില്ല. അങ്ങനെ അയാൾ കുഞ്ഞിനെ കൊണ്ട് നടന്നു പോകുമ്പോഴാണ് അനന്തവും മാർക്കോയും കാറിൽ വരുന്നത്. അനന്തവും മാർക്കോയും വരുന്ന വഴിക്ക് മാർക്കോ അനന്തവിനോട് ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എവിടെ പോയി കുഞ്ഞിനെ തിരയും അനന്ത് സാറേ, കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഈ ഒരു ഫിഷക്കാരൻ ഒരു പൊതിയും കൈ പിടിച്ചുകൊണ്ട് വന്നത് ഈ അനന്തുവിൻ്റെ കണ്ണിൽ പെടണേ. അന്നേരം അനന്ത് പറയുന്നുണ്ട്, അതേ നോക്കിയ മാർക്കോ, അയാൾ ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ എനിക്ക് തോന്നണേ, നീ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞതും മാർക്കോ പറയുന്നുണ്ട്, സാർ വണ്ടി നിർത്തിക്ക്, അതൊരു കുഞ്ഞാണെന്ന് എനിക്ക് തോന്നണേന്ന്. അങ്ങനെ അനന്തവും മാർക്കോയും ഈ ഫിഷക്കാരൻ്റെ അടുത്ത് വണ്ടി നിർത്തിയതും ഫിഷക്കാരനാണെങ്കിൽ ഇത് കണ്ടിട്ട് പേടിച്ച് മാറുന്നുണ്ട്. ആ സമയത്ത് വേഗം തന്നെ മാർക്കോ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താണോ തൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചതും ഫിഷക്കാരന് നല്ല പേടിയാവുന്നുണ്ട്. അന്നേരം ഫിഷക്കാരൻ പറയുന്നുണ്ട്, അത് സാറേ ഒന്നുമല്ല എന്നോ, തൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു കുഞ്ഞല്ലേ എന്ന് ചോദിച്ചതും അയാൾ പേടിയോടുകൂടി മാർക്കോയുടെ നേരെ നോക്കുമ്പോൾ തന്നെ അനന്ത് പറയുന്നുണ്ട്, അതേ മാർക്കോ, അയാളുടെ കയ്യിലിരിക്കുന്നത് ഒരു കുഞ്ഞ് തന്നെയാണ്, ആ കുഞ്ഞിനെ നീ ഇങ്ങോട്ട് മേടിക്ക്, അത് കണ്ണൻ്റെ മോളാണെന്ന് നോക്കാമെന്നും പറഞ്ഞ് വേഗം തന്നെ മാർക്കോ കുഞ്ഞിനെ മേടിക്കാനായിട്ട് വന്നതും ഫിഷക്കാരനാണെങ്കിൽ ഓടാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് അനന്തു ഓടിച്ചെന്ന് ഈ ഫിഷക്കാരനെ പിടിച്ചു നിർത്തിയതും മാർക്കോ ചെന്ന് കുഞ്ഞിനെ മേടിച്ചിട്ട് നോക്കുമ്പം അത് കണ്ണൻ്റെ കുഞ്ഞാന്ന് കണ്ടിട്ട് ഫിഷക്കാരനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെ നിന്നാണ് ഈ കുഞ്ഞിനെ കിട്ടിയെന്ന് ചോദിക്കുമ്പം ഫിഷക്കാരൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ആക്രി പറക്കാനായിട്ട് ചെന്ന സമയത്ത് ആ വേസ്റ്റിൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞ് കിടക്കുമായിരുന്നു, അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അത് കേട്ടതും മാർക്കോ പറയുന്നുണ്ട്, അപ്പോൾ ആ ഒട്ടുപാല് പറഞ്ഞത് നേര് തന്നെയാണ്, അവരാ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നാൽ കളഞ്ഞ്, എന്തായാലും നമുക്ക് കുഞ്ഞിനെ തിരികെ കിട്ടിയല്ലോ, ഇപ്പോൾ തന്നെ നമുക്ക് കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അനന്തും മാർക്കോയും കാറിലോട്ട് കുഞ്ഞുമായിട്ട് കയറുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനിയാണ് നമ്മളുടെ കരുണയുടെ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.